ഹലോ, ഇറ്റ്സ് മീ ഐശ്വര്യ. മൈൻഡ് സൂമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തന്നെക്കുറിച്ച് എല്ലാവരും നല്ലത് മാത്രം പറയണം, അവരുടെ എല്ലാവരുടെയും മനസ്സിൽ എനിക്ക് നല്ലൊരു ഇമേജ് ആയിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരായിരിക്കും മിക്ക ആളുകളും. ഇങ്ങനെ നമുക്ക് മറ്റുള്ള വ്യക്തികളുടെ മനസ്സിലെല്ലാം തന്നെ ഒരു ഇടം നേടണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ അത്തരത്തിലുള്ളതായിരിക്കണം. എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് ദോഷം വരുന്നതോ അല്ലെങ്കിൽ ചീത്തയായ പ്രവർത്തനങ്ങളോ ഒന്നും തന്നെ നമ്മൾ ചെയ്യാൻ പാടില്ല. എങ്കിൽ മാത്രമേ മറ്റുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ നമുക്കൊരു സ്ഥാനം ഉണ്ടാകും. ഇത്തരത്തിൽ മറ്റുള്ള വ്യക്തികളുടെ അല്ലെങ്കിൽ അവരുടെ എല്ലാം മനസ്സിൽ നിങ്ങളൊരു സ്ഥാനം നേടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പരിഗണിക്കുക, അതുപോലെ തന്നെ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു വ്യക്തി നിങ്ങളോടിപ്പോൾ സംസാരിക്കാൻ വരികയാണ്, ആ ഒരു സമയത്ത് നിങ്ങൾ ഫോണിൽ നോക്കിയിരിക്കുകയാണ്, അല്ലെങ്കിൽ മറ്റുള്ള ജോലികളൊക്കെ ചെയ്ത് അവർ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാതെ അലസമായി നിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ആ ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും നിങ്ങൾ അവരെ അവഗണിക്കുന്ന പോലെ ആയിരിക്കും ഫീൽ ചെയ്യുക. പിന്നീട് എപ്പോഴെങ്കിലും അവർ നിങ്ങളോട് സംസാരിക്കാൻ വരുമോ? ഒരിക്കലുമില്ല. അപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. എന്ന് വെച്ചാൽ ഒരു വ്യക്തി നിങ്ങളോട് സംസാരിക്കാൻ വരുന്ന ഒരു സമയത്ത് എന്ത് തന്നെ ആയാലും ശരി, എത്ര വലിയ തിരക്കായാലും ശരി, അതൊക്കെ മാറ്റിവെച്ച് ആ ഒരു അല്പസമയം അവർക്ക് വേണ്ടി മാറ്റിവെക്കാൻ ശ്രമിക്കുക. അവരെന്താണ് പറയുന്നതെന്ന് നമ്മൾ കേൾക്കാനെങ്കിലും മനസ്സ് കാണിക്കുക. ഇങ്ങനെയുള്ള പൊതുവായിട്ടുള്ള പെരുമാറ്റ മര്യാദകൾ നമ്മൾ പഠിച്ചിരിക്കുകയും അതെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തുകയും വേണം. എങ്കിൽ മാത്രമേ മറ്റുള്ള വ്യക്തികളുടെ മുന്നിൽ നമ്മളും ഒരു നല്ല പേഴ്സണായിട്ട് നമുക്ക് നിൽക്കാൻ സാധിക്കൂ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നതാണ് പരിഗണിക്കുക, അതുപോലെ തന്നെ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത്. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വിനയത്തോടുള്ള പെരുമാറ്റം എന്ന് പറയുന്നത്. ഏതൊരു വ്യക്തിക്കും മറ്റൊരു വ്യക്തി അവരോട് വിനയത്തോടു കൂടിയാണ് പെരുമാറുന്നതെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെടുമല്ലേ. പക്ഷെ അമിത വിനയം കാണിക്കുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ വിപരീത ഫലമായിരിക്കും നമുക്ക് കിട്ടുക. അങ്ങനെയല്ല, നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും അതിപ്പോൾ പ്രായഭേദമന്യേ മുതിർന്നവരോടായാലും ശരി, അതല്ല കുട്ടികളോടായാലും ശരി, എപ്പോഴും ഒരു വിനയത്തോടു കൂടി തന്നെ നമ്മൾ പെരുമാറാൻ വേണ്ടി ശ്രമിക്കുക. ഇതെന്താണ്, ഏതൊരു വ്യക്തിക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അവരുടെ മനസ്സിൽ പെട്ടെന്ന് തന്നെ ഒരു ഇടം നേടാൻ സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണിത്. മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മിതമായ ശബ്ദത്തിൽ സംസാരിക്കുക എന്ന് പറയുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവും ചില വ്യക്തികൾ ഫോണിലൊക്കെ സംസാരിക്കുന്നത് വളരെ ഉച്ചത്തിലായിരിക്കും സംസാരിക്കുക. അത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് തന്നെ മറ്റുള്ള ആളുകൾക്ക് തോന്നാറുണ്ടാവും, ഇവർക്ക് എന്തിനാ ഫോൺ ഇവിടെ നിന്ന് പറഞ്ഞ് അങ്ങോട്ട് കേൾക്കില്ലെന്ന്. അത്രയും എന്താണ്, അത്ര ഉച്ചത്തിലായിരിക്കും അവർ സംസാരിക്കുന്നുണ്ടാകുക. ഇത് കണ്ടു നിൽക്കുന്നവരുടെ ഉള്ളിൽ അവരുടെ ഇമേജ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു മോശം ഇമേജ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയൊന്നും നമ്മൾ സംസാരിക്കാതിരിക്കുക. നമ്മളിപ്പോൾ നേരിട്ടായാലും ശരി, അതല്ല ഒരു ഫോൺ കോളിലൂടെ ആയാലും ശരി, നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും മിതമായ ശബ്ദത്തിൽ തന്നെ സംസാരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതാണ് നമ്മൾ മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി നാലാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വിളിക്കുന്ന രീതി. ഒരാളെ വിളിക്കണമെങ്കിൽ നമ്മൾ പലതും അവിടെ കാണിച്ചു കൂട്ടാറുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് വിളിക്കണം, അവരോട് സംസാരിക്കണം. ചിലപ്പോൾ നമുക്കതൊരു പരിചയമുള്ള ഒരാളാകാം, അതല്ലെങ്കിൽ പുതിയതായിട്ട് നമ്മൾ പരിചയപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാകാം. ഏതൊരാളെയും നമ്മൾ ആ സമയത്ത് വിളിക്കാൻ ഉപയോഗിക്കുന്ന ചില രീതികളുണ്ട്. ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യും, വിരലിഞ്ഞൊടിച്ച് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, കൈ തട്ടി വിളിക്കും, അതും അല്ലെങ്കിൽ ചൂളടിച്ച് വിളിക്കും. ഈ രീതികളൊക്കെ തന്നെ മോശമായിട്ടുള്ള രീതികളാണ്. ഒരിക്കലും ആ ഒരു രീതിയിൽ നമ്മൾ മറ്റുള്ള വ്യക്തികളെ വിളിക്കാതിരിക്കാം. ഇനി അഥവാ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു വ്യക്തിയാണ്, അവരോട് നിങ്ങൾക്ക് സംസാരിക്കണം, അവരെ ഒന്ന് കാണണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് അവരെ വിളിക്കുക. ഫോണിൽ വിളിച്ച് നിർത്തി പറയുക, ഞാനിവിടെ ഉണ്ട്, നിന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് അവരെ അവിടെ അങ്ങനെ നിർത്തുക. ഇനി അതല്ലെങ്കിൽ മറ്റു രീതികൾ ഉപയോഗിച്ച് നമുക്ക് മറ്റുള്ള വ്യക്തികളോട് പറഞ്ഞ് തന്നെ പറയാലോ, നിന്നെ അവർ വിളിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അവർ വിളിക്കുന്നുണ്ട് എന്ന് പറയാം. ഇത്തരത്തിലുള്ള രീതികളൊക്കെ ഉപയോഗിക്കുക. നേരത്തെ പറഞ്ഞിട്ടുള്ള 3 രീതികൾ നമ്മൾ മാക്സിമം ഉപയോഗിക്കാതിരിക്കുക. ഇത് തീർച്ചയായിട്ടും മോശമായിട്ടുള്ള ഒരു രീതികൾ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊന്നും നമ്മൾ മറ്റുള്ള വ്യക്തികളെ വിളിക്കാതിരിക്കുക, അവരോട് സംസാരിക്കാൻ വേണ്ടി ഇങ്ങനെയൊന്നും കാണിക്കാതിരിക്കുക. ഇത്തരത്തിലുള്ള രീതികളൊക്കെ മാറ്റിവെക്കുകയാണ് നാലാമതായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അഞ്ചാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്വന്തം പെരുമാറ്റത്തെ അറിയാൻ ശ്രമിക്കുക എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും നമുക്കത് അറിയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. പക്ഷേ മറ്റുള്ള വ്യക്തികൾക്ക്, നമ്മളോട് ഇടപഴകുന്ന വ്യക്തികൾക്കറിയാം നമ്മുടെ സ്വഭാവം എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ രീതികൾ എങ്ങനെയാണ്, മോശമാണോ ശരിയാണോ, ഇതൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവും. ചിലർ നമ്മളോട് വന്നത് ഓപ്പണായിട്ട് പറയും, അത് ചെയ്തത് ശരിയായില്ല, ചെയ്തത് തെറ്റായിരുന്നു എന്ന്. ചിലർ എന്ത് ചെയ്യാറുണ്ട്, അതൊന്നും പറയാറുമില്ല. ഇത്തരത്തിൽ നിങ്ങളുടെ ആ ഒരു സ്വഭാവം അല്ലെങ്കിൽ പെരുമാറുന്ന രീതി ശരിയാണോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി നമുക്ക് തന്നെ ടെസ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്, ഒന്നുകിൽ നമ്മൾ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് സംസാരിക്കുക. ഇങ്ങനെ സംസാരിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിലൂടെ തന്നെ നമ്മുടെ പെരുമാറ്റ രീതി അല്ലെങ്കിൽ നമ്മുടെ ബോഡി ലാംഗ്വേജ് ശരിയാണോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഇനി അതല്ല, ഇങ്ങനെ നിങ്ങൾക്ക് സ്വയം വിലയിരുത്താൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കാൻ പറ്റുന്നവരായിരിക്കും നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. അവർക്കറിയാലോ നമ്മൾ എങ്ങനെയാണ് അവരോട് പെരുമാറുന്നത്, നമ്മുടെ രീതികൾ എന്തൊക്കെയാണ്, നമ്മുടെ ബോഡി ലാംഗ്വേജ് എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ അവർക്ക് എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ അടുത്തൊരു സുഹൃത്തിനോട് ചോദിക്കുക, ഞാനിങ്ങനെ പെരുമാറുന്നതിൽ അല്ലെങ്കിൽ എൻ്റെ ബോഡി
ബോഡി ലാംഗ്വേജിലൊക്കെ വല്ല വ്യത്യാസം ഉണ്ട് എന്ന് ചോദിക്കുക. അവർ ഈ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ നെഗറ്റീവായി കാണരുത്. പകരം എന്ത് ചെയ്യുക, അതിനെ പോസിറ്റീവായി കാണുകയും അത്തരത്തിൽ നമ്മുടെ ബോഡി ലാംഗ്വേജിലോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വാക്കുകളിലോ ഒക്കെ മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ അതിനെ പോസിറ്റീവായി കാണുകയും അത് മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇതിലൂടെയും എന്താണ്, നമ്മുടെ പെരുമാറ്റ രീതിയെ നമുക്ക് മനസ്സിലാക്കാനും അതിൽ വല്ല കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാനും സാധിക്കും. ഇതാണ് നമ്മൾ 5ാമതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി 6ാമതായി പറയുന്നതാണ് ഡ്രസ്സിങ് എന്ന് പറയുന്നത്. ഏതൊരു വ്യക്തിയെയും കാണുന്ന ഒരു സമയത്ത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് അവരുടെ ഡ്രസ്സിങ് ആയിരിക്കും. അല്ലാതെ ആദ്യം കാണുന്ന ഒരു വ്യക്തിയുടെ സ്വഭാവം എന്താണ്, അല്ലെങ്കിൽ ക്യാരക്ടർ എന്താണ്, സ്നേഹമുള്ള ഒരാളാണോ, ഇതൊന്നും അല്ല നമ്മൾ നോക്കുക. മൊത്തത്തിലുള്ള ഒരു ഔട്ട്ലുക്ക് ആയിരിക്കും നമ്മൾ നോക്കുക. അവരുടെ ഡ്രസ്സിങ് എന്തായിരിക്കും അല്ലെങ്കിൽ എങ്ങനെയുള്ളതാണ് എന്ന് നമ്മൾ ശ്രദ്ധിക്കും. അപ്പോൾ ഇത്തരത്തിൽ മറ്റുള്ള വ്യക്തികളുടെ മനസ്സിൽ നിങ്ങൾക്കൊരു ഇടം നേടണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സിങ് എന്ന് പറയുന്നത് നല്ല രീതിയിലായിരിക്കണം. എന്നേരുതി കോസ്റ്റ്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ വില കൂടിയ ഡ്രസ്സുകൾ ഉപയോഗിക്കണം എന്നല്ല പറയുന്നത്. പകരം എന്താണ്, മറ്റുള്ള വ്യക്തികൾ കാണുന്ന ഒരു സമയത്ത് അയ്യേ എന്ന് പറയുന്ന അല്ലെങ്കിൽ മോശം പറയുന്ന ഡ്രസ്സിങ് ഒന്നും നമ്മൾ ധരിക്കാതിരിക്കുക. ഇത്തരത്തിൽ ഡ്രസ്സിങ്ങിലൂടെയും നമുക്ക് നല്ലൊരു പേഴ്സണാലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ 6ാമതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. 7ാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പുഞ്ചിരിക്കുക എന്ന് പറയുന്നത്. പുഞ്ചിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള വ്യക്തികൾക്ക് നമ്മുടെ മുഖത്ത് നോക്കുന്ന ഒരു സമയത്ത് നമ്മുടെ ഒരു മുഖം എന്ന് പറയുന്നത് പ്രസന്നമായിരിക്കണം, പ്ലസന്റ് ആയിരിക്കണം എപ്പോഴും നമ്മുടെ ഫേസ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, എപ്പോഴും ഒരു ചെറു പുഞ്ചിരിയോടെ തന്നെ നമ്മൾ നടക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് എപ്പോഴും ചിരിക്കണം എന്നല്ല, അങ്ങനെ ചിരിച്ചാൽ വട്ടാണെന്നും പറയും. അങ്ങനെയല്ല, പക്ഷേ മറ്റുള്ള വ്യക്തികൾ നോക്കുന്ന ഒരു സമയത്ത് അവർക്ക് നമ്മളോട് തിരിച്ചൊന്ന് ചിരിക്കാനൊക്കെ തോന്നണം. അത്തരത്തിൽ എപ്പോഴും നമ്മുടെ മുഖം എന്ന് പറയുന്നത് സന്തോഷത്തോട് തന്നെ അല്ലെങ്കിൽ ഒരു ചെറു പുഞ്ചിരിയോട് കൂടി നമ്മൾ നടക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റുള്ള വ്യക്തികളുടെ മനസ്സിൽ ഒരു ഇടം നേടാൻ സാധിക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.